മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണങ്ങളിലെല്ലാം ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ് ചൈനീസ് സോൾട്ട് അല്ലെങ്കിൽ ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്കറിയില്ല. അതിന് അജിനോമോട്ടോ എന്നുള്ള പേര് പറഞ്ഞെന്നാലേ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ അജിനോമോട്ടോ ഗർഭിണികൾക്കും 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും തീരെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ശുപാർശയുള്ളതായി പലർക്കും അറിയില്ല. ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയെന്നാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ അജിനോമോട്ടോ ഒത്തിരി ഫുഡ് അലർജിക്ക് കാരണമാകും എന്നുള്ളതും നമ്മളിൽ പലർക്കും അറിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ കളക്ടർ വയനാട് എന്ന പേജിൽ ഇത് പ്രത്യേകമായിട്ട് അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ചൈനീസ് സോൾട്ട് എന്നറിയപ്പെടുന്ന മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് വയനാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർമ്മിച്ച ബോധവൽക്കരണ വീഡിയോ പ്രകാശനം ചെയ്തു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻസ് 2020 പ്രകാരം ഗർഭിണികൾക്കും 12 മാസത്തിൽ അതായത് 1 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കും ശുപാർശ ചെയ്തിട്ടില്ല എന്ന അറിയിപ്പോടുകൂടിയേ ഭക്ഷ്യവസ്തുക്കളിൽ MSG ചേർക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. MSGയുടെ ഉപയോഗം ഗർഭസ്ഥ ശിശുക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ കാര്യം നമ്മൾ ഒരു അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് ഒരു കുട്ടിയുടെ അലർജി ടെസ്റ്റ് ചെയ്തതിൽ തന്നെ അജിനോമോട്ടോയാണ് ഏറ്റവും കൂടുതൽ അവരുടെ അലർജി പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. കുട്ടികളിലുണ്ടാകുന്ന അലർജിക് റൈനൈറ്റിസ്, വിട്ടുവിട്ട് വരുന്ന മൂക്കടപ്പ്, തുമ്മൽ, ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ, സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ, എക്സിമ, അർട്ടിക്കേരിയ, ആൻജിയോഎഡിമ, പ്രത്യേകിച്ചും ഹെറിഡിറ്ററി ആൻജിയോഎഡിമ എന്ന് പറയുന്ന പ്രത്യേകതരം കണ്ടീഷനുണ്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പലപ്പോഴും മുഖം നീര് വെച്ച് വീർക്കുക, ചുണ്ടും ഒക്കെ വളരെ വികൃതമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ പോലും ചൊറിഞ്ഞ് വീർത്ത് തിണിർത്ത് വരിക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഈ ഫുഡ് അലർജിയുടെ ഭാഗമായും ഫുഡ് ഇൻടോളറൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ഛർദി, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങളും ഡയേറിയ, ലൂസ് മോഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സും ഉണ്ടാക്കാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിൽ അജിനോമോട്ടോ അല്ലെങ്കിൽ MSG ചേർന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക. കഴിവതും നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ പ്രത്യേകിച്ചും എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നിടത്ത് നല്ല ഹോട്ടലുകളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.